നമ്മളെ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ കഴിഞ്ഞതിൽ എന്തായാലും രാവിലത്തെ ചായ കുടി വരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ അത് അടുത്തത് പാത്രം കഴുകി അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഈ രാവിലെയാണ് കേട്ടോ എനിക്ക് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടാവുക. ഈ ഒരു കഴുകൽ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെരങ്ങുന്നത് അനുസരിച്ച് അപ്പാപ്പം കഴുകുന്നത് കൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഈ ഒരു ഇതങ്ങോട്ട് കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തു. വേഗം മൊത്തത്തിലൊന്ന് എല്ലായിടത്തും വൃത്തിയാക്കി അടിച്ചു വാരി തുടക്കലും അങ്ങനത്തെ പണികളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് പൊതുവേ പണികൾ തുടങ്ങാൻ കുറച്ച് നേരം വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ഞാൻ വേഗം ചോറിൻ്റെ പരിപാടി നോക്കുകയാണ്. തീ കത്തിക്കുമ്പോൾ ആ ഒരു സാധനം എടുത്ത് കാണിച്ചത് എന്താ വെച്ചാൽ ഇപ്പോഴും കമൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെന്താണ് 2 ചട്ടി ചെമ്പ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ അടുപ്പിൽ വെക്കുന്ന ആ ഒരു ചട്ടിയാണ്. ഇതിൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. നമ്മളിങ്ങനെ അടുപ്പിൽ വെക്കുന്ന ആ ഒരു ചട്ടി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങൽ. അപ്പോൾ എന്തായാലും തീയൊക്കെ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഉച്ചക്കത്തേക്കുള്ള കറിയും കാര്യങ്ങളൊക്കെ പരിപാടി അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്ത് കറി വെക്കും എന്നുള്ള ചിന്തയിലാണ്. ഇന്ന് മീനാണെങ്കിലും ചിക്കനാണെങ്കിലും ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വേറെ എന്തെങ്കിലും അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ വഴുതനങ്ങ ഉണ്ടായിരുന്നു. നമ്മൾ ആ ഒരു ചെടിയിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. അപ്പോൾ അതൊന്ന് സാധാരണ ഒരു ഉപ്പേരി ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ മുരിങ്ങൻ്റെ ഇല ഉണ്ടായിരുന്നു. നമ്മൾ അയൽവക്കത്തുനിന്ന് ഒരു താത്ത തന്നതാണ്. അപ്പോൾ അതൊന്ന് വേഗം നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ചപ്പുകൾ ഐറ്റംസിനെ ചപ്പ് ഉപ്പേരി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ കമൻറ്റ് വന്നിട്ടുണ്ട് എന്താ ചപ്പ് പറയണേന്നൊക്കെ ചോദിച്ചിട്ട്. ചീരൻ്റെ ഇല അതുപോലെ മുരിങ്ങൻ്റെ ഇല അങ്ങനെ അതിന് അങ്ങനത്തെ പേരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ പഠിച്ചതേ പാടൂ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ചപ്പുപ്പേരി അറിയുമ്പോഴേ ആ ഒരു രീതിയിൽ അങ്ങനെ അങ്ങോട്ട് വന്നു പോകുന്നതാണ് കേട്ടോ. പല കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും വർത്താനം പറയുമ്പോൾ നമ്മൾ സാധാരണ സംസാരിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് പറയുക. ഇപ്പം നിങ്ങളോട് പറയുകയാണല്ലോ. ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന നമ്മൾ ഈ ഒരു ഫാമിലി പോലെ ആയിട്ടുണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്യണ നിങ്ങളെല്ലാവരും. അപ്പം നമ്മൾ സാധാരണ എങ്ങനെ വർത്താനം പറയുന്നു ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ വർത്താനം പറയുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് വരുന്നത്. അല്ലാണ്ട് ഇങ്ങോട്ട് പറയുമ്പോൾ എന്തോ ഒരു ഇടങ്ങാറാണ് കേട്ടോ. വേറെ രീതിയിലൊക്കെ പറയുമ്പോൾ എന്തോ ഒരു നമ്മളല്ലാണ്ടാവുന്ന പോലെ ഒരു തോന്നലാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ വേഗം മുരിങ്ങൻ്റെ ഇല ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ താളിക്കലാണ് കേട്ടോ സാധാരണ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ താളിക്കുന്നത്. സംഭവം അതൊക്കെ താളിച്ച് വെച്ചു. പക്ഷേ ഉച്ചക്ക് കഞ്ഞിയാണ് കേട്ടോ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത്. തലേന്നത്തെ ചോറ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. അത് അവസാനം കഞ്ഞി ആയിട്ടുണ്ടായി. അപ്പോൾ ഞാൻ വഴുതനങ്ങ ഉപ്പേരിയും കഞ്ഞിയും കൂടെ അങ്ങോട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.